ഇന്നലെ ബാക്കി വന്ന ദോശമാവാണ് കേട്ടോ ഇത്. അതിലേക്ക് ഞാൻ ഇന്ന് വേറൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ദോശ ഇഡലിയും കഴിക്കാതെ നമുക്ക് വേറൊരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കണം എന്ന് മനസ്സിൽ തോന്നിയിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതിലേക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് ചേർത്തത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. പച്ചമുളകുണ്ട്, ഉള്ളിയുണ്ട്, മല്ലിയിലയുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും കോക്കനട്ട് ഓയിൽ കൊണ്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് അതിലേക്ക് കോരി ഒഴിക്കാൻ പാടുള്ളൂ. എന്നാലേ അത് നന്നായിട്ട് വരുള്ളൂ. കണ്ടോ, ഇതിങ്ങനെ കോരി ഒഴിച്ചതിന് ശേഷം വളരെ സൂക്ഷിച്ച് വേണം ഇതിങ്ങനെ തിരിച്ചിടാനായിട്ട്. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞ് രണ്ട് വശം നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ എടുക്കണം. ഇത് ഭയങ്കര സൂക്ഷിച്ച് വേണം തിരിച്ചിടാൻ. കാരണം ഇത് ഈ മാവ് ശരിക്കും പൊങ്ങിയ മാവായതുകൊണ്ട് സൂക്ഷിച്ച് വേണം തിരിച്ചിടാനായിട്ട്. കണ്ടോ, അതിങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. കാരണം അധികം എരിവില്ല, മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഇത് സാധാരണ ഞാൻ കഴിക്കാറുള്ളത് സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെയാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും. കാരണം ദോശ മാവ് കൊണ്ട് എപ്പോഴും നമ്മൾ സാധാരണ ദോശ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാറ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.